നൊയമ്പുകാലം 4-ാം വാരം തിങ്കൾ. തിരുവചനം. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരേണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 49-ാം തിരുവചനം. നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ എല്ലാ സന്തോഷവും പെട്ടെന്ന് നഷ്ടപ്പെടാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ദൈവകരങ്ങളുടെ സ്പർശനം ലഭിച്ചവരെല്ലാം പരാജയത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. തോമസ് ആൽവ എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അനേകം പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടു. എന്നാൽ പരാജയങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല, വിജയിക്കാത്ത 10,000 പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയെന്നേ ഉള്ളൂ. പരാജയത്തിൻ്റെ ഉള്ളിലും വിജയം കാണുന്ന തോമസ് ആൽവ എഡിസൺ. ഈജിപ്തിലെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന മോശയ്ക്ക് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടായപ്പോൾ അദ്ദേഹം മിദിയാനിലേക്ക് ഒളിച്ചോടിപ്പോയി. 40 വർഷം ആടുകളെ മേയിച്ച് നടന്ന മോശയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടപ്പോൾ പരാജയം വിജയമായി. മോശ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ഏറ്റവും വലിയ നേതാവായി. ഇന്നത്തെ സുവിശേഷത്തിലെ രാജസേവകന് എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ എത്തുന്നത്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയായി നാം കാണുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കും. സുവിശേഷത്തിലെ രാജസേവകനെ പോലെ നാം എല്ലാം മറന്ന് ദൈവത്തിൽ ആശ്രയിക്കും.